Hi NEET aspirants, this is ASR from Arcanex. But NEET 2024 ബയോളജിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഐഡന്റിഫൈ ദ കറക്റ്റ് ഓപ്ഷൻ എ ബി സി ഡി വിത്ത് റെസ്പെക്ട് ടു സ്പെർമാറ്റോജെനസിസ്. സ്പെർമാറ്റോജെനസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് അല്ലെ ഹോർമോൺ ലെവൽസ് കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. അതായത് ഹൈപ്പോതലാമസിൽ നിന്ന് GnRH അതായത് ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. ഈ GnRH ആന്റീരിയർ പിറ്റ്യൂട്ടറിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗൊണാഡോട്രോപ്പിൻസ് ആയിട്ടുള്ള LH-ഉം FSH-ഉം സെക്രീറ്റ് ചെയ്യും. സോ എ എന്ന് പറയുന്നത് ഏത് ഹോർമോൺ ആണ് വരുന്നത്? FSH ആണ് വരുന്നത് അല്ലെ. ഇനി LH ലേഡിക് സെൽസിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, അഥവാ ലേഡിക് സെൽസ് ഓർ ഇന്റർസ്റ്റീഷ്യൽ സെൽസിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ലേഡിക് സെൽസ് അപ്പം ആൻഡ്രോജൻസ് അതായത് മെയിൽ സെക്സ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യും, എസ്പെഷ്യലി ടെസ്റ്റോസ്റ്റിറോണിനെയാണ് റിലീസ് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ് അതായത് സ്പെർമാറ്റോജെനസിസിനെ സഹായിക്കുന്നു. ഇനി FSH സെർട്ടോളി സെൽസിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അല്ലെ, സെർട്ടോളി സെൽസ്. ഓക്കെ, ഈ സെർട്ടോളി സെൽസ് സർട്ടൻ ഫാക്ടേഴ്സ് റിലീസ് ചെയ്യുന്നു. ഇത് എന്തിനു സഹായിക്കും? ഡി എന്ന് പറയുന്നത് എന്താണ്? സ്പെർമിയോജെനസിസ് ആണ് കേട്ടോ. സ്പെർമിയോജെനസിന് സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്നത് FSH, ബി ലേഡിക് സെൽസ്, സി സെർട്ടോളി സെൽസും ആൻഡ് ഡി എന്ന് പറയുന്നത് സ്പെർമിയോജെനസിസും ആണ് വരുന്നത്. സോ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ അല്ലെ. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ കാണാം.